LDF എന്തും പറയാമല്ലോ. ഒന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അടിസ്ഥാനമില്ലാതെ തെളിവില്ലാതെ ആർക്കെതിരെ ഉന്നയിക്കാം. ഇതൊക്കെ പണ്ട് പോലെ പറയുന്നവർ പണവും മറ്റതും വരുന്നു എന്ന്. അത് അവരുടെ സർക്കാരല്ലേ അത് തടയേണ്ടത്. ബോർഡറിലൊക്കെ ആളുകളെ നിർത്തി ചെക്കൊക്കെ ചെയ്ത് അതിർത്തി വഴിയല്ലേ കടന്നു വരുള്ളൂ. ഇനി മദ്യം കടന്നു വരുന്നുണ്ടെങ്കിലും പണം കടന്നു വരുന്നുണ്ടെങ്കിലും അതിർത്തി വഴിയല്ലേ വരുള്ളൂ. അതിർത്തിയിൽ പോലീസിനെ കൊണ്ട് എക്സൈസിനെ കൊണ്ടും നന്നായി ചെക്ക് ചെയ്യാൻ പറയാം. കേരളം മുഴുവൻ ഈ സ്പിരിറ്റ് ഒഴുകുകയല്ലേ. തെരഞ്ഞെടുപ്പ് കാലമായിട്ടല്ല, കേരളം മുഴുവൻ മയക്കുമരുന്ന് ഒഴുകുകയല്ലേ. എവിടെയാണ് മയക്കുമരുന്ന് കിട്ടാത്ത MDMA കിട്ടാത്ത സ്ഥലം ഏതാ കേരളത്തിൽ? എവിടെയായിരുന്നു ഈ എക്സൈസ് മന്ത്രിയും ഈ എക്സൈസ് വകുപ്പൊക്കെ? ഈ തെരഞ്ഞെടുപ്പായപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കേരളത്തിൽ സ്പിരിറ്റ് ഉണ്ട്. അതിനേക്കാൾ വലിയ സാധനമാണ് കേരളത്തിൽ ഒഴുകുന്നത്, സുലഭമായി കിട്ടുന്നത്. പെട്ടിക്കടകൾ വരെ കിട്ടുന്ന സാധനമായി MDMA കേരളത്തിൽ മാറിയിരിക്കുക. എല്ലായിടത്തും DJ പാർട്ടി നടക്കുക. എവിടെ ഇദ്ദേഹത്തിൻ്റെ എക്സൈസ്? എവിടെ? പരസ്യമായിട്ട് DJ പാർട്ടികൾ നടക്കുകയാണ്. ഈ ഡ്രഗ്സ് വെച്ചുകൊണ്ട് പരസ്യമായി വലിയ ഹോട്ടലുകളിൽ എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ ഇൻവിറ്റേഷൻ കൊടുത്ത് MDMA പാർട്ടി വയ്ക്കുകയാണ്. അവിടെ നേരമില്ലാത്തവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്പിരിറ്റ് ഒഴിക്കുക എന്ന് പറയുന്നത് നാടകമായിട്ട് വരുന്നത്. അതൊക്കെ എല്ലാ നാടകവും പൊളിഞ്ഞു പോയി ഈ തെരഞ്ഞെടുപ്പിൽ. ഇതിനകത്ത് വളരെ ഗൗരവതരമായ കാര്യം, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നടക്കുന്ന ഈ കൂട്ടയടി സർക്കാർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് വ്യക്തമാക്കണം. ഒന്ന്, 2 ഗ്രൂപ്പ് ഉണ്ടാക്കി IASകാരുടെ ഒരേ സംഘം തന്നെ, ഒരേ ആളുകൾ തന്നെ. ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി, മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരേ ആളുകൾ തന്നെ. അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഈ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ശ്രീമതി അദീല അബ്ദുള്ള എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അവസാനിപ്പിക്കുകയാണ് ഈ ചോദ്യത്തോടുകൂടി. കേരളത്തിൽ മതപരമായൊരു ഭിന്നിപ്പുണ്ടാക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ ഈ സർക്കാർ CPM അതിന് കുട പിടിച്ചു കൊടുക്കുകയാണ്. IASകാരുടെ ഇടയിൽ പോലും ഈ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുകയാണ്. അവർ മതപരമായിട്ട് സംഘടിച്ചതല്ല, മതപരമായിട്ടൊരു ഭിന്നിപ്പുണ്ടാക്കാൻ ഏതോ ഒരു കോണിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് ഡയറക്ഷൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ഗ്രൂപ്പും ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിഷയം തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ടാണോ ഈ പ്രശാന്തിൻ്റെ വിഷയമെന്ന് എനിക്ക് അറിയില്ല. ആ ഫയലെല്ലാം ഇപ്പോൾ കിട്ടിയെന്ന് പറയുന്നു. ഫയൽ എവിടെയായിരുന്നു? ഈ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ ഒളിപ്പിച്ച ഫയലാണോ ഇപ്പോൾ കിട്ടിയത്? ഇദ്ദേഹം ഒളിപ്പിച്ച ഫയൽ എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കിട്ടിയത്? ഞാൻ കരുതുന്നത് ഈ ആദ്യത്തെ വിവാദം ഗൗരവമുള്ള വിവാദമാണ്. ഈ മതത്തിൻ്റെ പേരിൽ IAS ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഇത് നാണക്കേടാന്ന് ആലോചിക്കണം. സർക്കാർ തലയിൽ മുണ്ടിട്ട് നടക്കണം. അപ്പോൾ പിന്നെ അത് പ്രശാന്ത് രാത്രി കൊണ്ട് വെച്ചാണോ? അപ്പോൾ പ്രശാന്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ രാത്രി കൊണ്ട് വെച്ചതാണോ? എനിക്ക് സംശയം. കാരണം മറ്റതിൻ്റെ ഗൗരവം ചോർത്തിക്കളയാൻ വേണ്ട, മറ്റത് ഗൗരവതരമായി അന്വേഷിക്കണം, വളരെ ഗൗരവതരമായി അന്വേഷിക്കണം. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നിലധികം IAS ഉദ്യോഗസ്ഥന്മാർ ഈ ഹിന്ദുക്കളുടെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കിയത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? ആരാണ് അതിൻ്റെ പുറകിൽ എന്ന് അറിയണം. അല്ലാതെ ഒരു സസ്പെൻഷനിൽ അവസാനിക്കുന്ന കേസല്ല ഇത്. അല്ല, ഞാൻ പറഞ്ഞത് അത് അന്വേഷിക്കണം. ആ കേസ് ഇതും അതുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഗൗരവതരമായി അത് അന്വേഷിക്കണം. ഏത് കേസിലാണ് ആൻഡ് ജോസഫ് പ്രതിയാണ്? അല്ല, അവർ ആരോപണം ഉന്നയിച്ചു. അത് അവരന്വേഷിക്കട്ടെ. നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഞങ്ങൾക്ക് എന്താ ബന്ധം? എത്ര പേര് കോൺഗ്രസ് അനുഭാവികൾ, എത്ര പേര് CPM അനുഭാവികൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുണ്ട്? എത്ര പേരുണ്ട്? ഇപ്പോൾ B ഉണ്ണികൃഷ്ണൻ അല്ലേ, അവരുടെ പ്രധാനപ്പെട്ട CPM സഹയാത്രികനാണ്. എത്ര പേരുണ്ട് CPM സഹയാത്രികന്മാർ? അവർ പ്രൊഡ്യൂസിങ് അസോസിയേഷനെതിരായിട്ട് ഏതെങ്കിലും നടി പരാതി കൊടുത്താൽ അത് SIT അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവരാരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഞങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇടപെടില്ല. അതിനു മുമ്പ് തന്നെ പോലീസിൽ RSSൻ്റെ
നുഴഞ്ഞുകയറ്റമാണ് എന്ന് ആരോപണം ഉന്നയിച്ചത് ആനി രാജയാണ്. അന്ന് ആനി രാജയെ ഇവരെല്ലാവരും കൂടെ അപമാനിച്ചു വിട്ടു. ഇപ്പോൾ സത്യമായല്ലോ. ഇപ്പോൾ പോലീസിൽ മാത്രമല്ല, IPS മാത്രമല്ല, IPS ഉദ്യോഗസ്ഥൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഫോൺ സംഭാഷണത്തിൽ? എത്ര SP മാർക്കെതിരെ, എത്ര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ, അവരുടെ ബന്ധുക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതിപ്പോൾ IAS കടന്നിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ വാക്ക്. ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക. സർക്കാരില്ലായ്മ. സർക്കാരില്ല, അത് തന്നെ. സർക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഈ ഇരട്ടച്ചങ്കാണെങ്കിൽ ഇതൊക്കെ നടക്കുമോ? ഒരു ഇരട്ടച്ചങ്കും ഇല്ല. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര.